ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് മാളവന തന്നെയാണ് കേട്ടോ. മാളവന ഇഞ്ചാരക്കുന്നിലുള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. RO വാട്ടർ പ്യൂരിഫയർ, 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയർ. അതായത് നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും നമ്മുടെ വാട്ടർ ലില്ലി. ഈ ഒരു മോഡലാണ് നമ്മൾ അവിടേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ യൂണിറ്റിന്റെ കൂടെ തന്നെ 3 ഫിൽറ്റേഴ്സ് ആയിട്ട് ഒരു അയൺ റിമൂവറും അതേപോലെ ഒരു സ്പഞ്ച് ഫിൽട്രേഷൻ സിസ്റ്റം, അതായത് 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്റർ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് നേരെ യൂണിറ്റിൽ കൊടുത്ത് നമുക്ക് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വർക്ക്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ ഇപ്പൊ എത്തിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കോളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുന്നതും അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ കുറച്ച് കുറവാണ്. ഒരു ആവറേജ് നമുക്കൊരു 5K വരെ നമുക്കിപ്പോ ആവറേജ് വ്യൂ ഉണ്ട്. 4K 5K വ്യൂ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ ഇല്ല. ഞാനും കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ കുറെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിനുള്ള മറുപടി തരാം. വാട്ടർ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള പ്യൂരിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫിൽട്രേഷൻ സിസ്റ്റം ഇതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവർക്കത് വിശദീകരിച്ചു തരാം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. കോളുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. കഴിയുന്നതും എല്ലാവർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന കമന്റുകളിലും ഞാൻ അത്യാവശ്യം എല്ലാവർക്കും നമ്മുടെ സമയം കണ്ടെത്തി എല്ലാവർക്കും ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റൊക്കെ ഇട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈഡിലോട്ടോ. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെയാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങള് വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കേട്ടോ. നമ്മുടെ കിണറാണ് സോഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്നെ വിചാരിക്കുന്നത്. വെള്ളം ഇപ്പൊ നിറഞ്ഞിടക്കുകയാണ്. കാരണം ഇടയ്ക്ക് മഴ കിട്ടുന്നതിന്റെ പേരിൽ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഇല്ല. വേനൽക്കാലമായി കഴിയുമ്പോൾ കുറച്ച് താഴത്തോട്ട് പോകുന്നതാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷെ നമുക്ക് കാണുമ്പോഴേ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു ക്ലൗഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഉറവകൾ വരുന്നതിന്റെ പേരിലായിരിക്കാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് പോവാം. നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് വെക്കേണ്ടത്. വാട്ടർ കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനിന്റെ ഓപ്ഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഒരു വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്യൂരിഫയർ വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കസ്റ്റമർ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പ്രീ ഫിൽറ്റേഴ്സ് ഇവിടെ അതിന്റെ മേലെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് പിടിപ്പിച്ച് പ്യൂരിഫയർ പിടിപ്പിക്കും. അപ്പോൾ അതിന്റെ പ്ലഗ് പോയിന്റ് നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ വെച്ച് നമുക്കത് വർക്ക് ചെയ്യേണ്ടി വരും. കസ്റ്റമർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ടുണ്ട് എക്സ്റ്റൻഷൻ ബോർഡ്. ഇവിടെയാണ് ആ പ്ലഗ് ഉള്ളത്. അപ്പോൾ നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സത്യത്തില് നമ്മുടെ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതിന്റെ പേര് 2 അലമാരി വന്നേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതിന്റെ പേര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ലൈവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ലൈവ് മീൻസ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്രൈപോഡ് സെറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ചെയ്തായിരുന്നു. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നില്ല വീഡിയോയില്. അപ്പോൾ എല്ലാവരും ദയവായിട്ട് സഹകരിക്കുക. അപ്പോൾ ഇതിന്റെ നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും കാണിച്ചിരിക്കുന്ന പോലുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. 2 പ്രീ ഫിൽറ്റർ വരും, അതിനുശേഷം പ്യൂരിഫയർ. അപ്പോൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഫൈനലായിട്ട് വന്നിരിക്കുന്നത്. അതായത് എങ്ങനെയായിട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടാതെ നമ്മൾ ബ്രാക്കറ്റും പ്രീ ഫിൽറ്റേഴ്സും ഇങ്ങനെ പിടിപ്പിച്ചാൽ നമ്മൾ വാട്ടർ കണക്ഷൻ നേരിട്ട് ആദ്യത്തെ പ്രീ ഫിൽറ്ററായ 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്ററിലേക്ക് പോയിട്ട് അതിനുശേഷം നമ്മുടെ അയൺ റിമൂവറിൽ പോയിട്ടായിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് വരുന്നത്. പ്രീ ഫിൽറ്റേഴ്സും സ്റ്റാൻഡും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് കയറ്റി വെച്ചിട്ട് കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ആക്കേണ്ടി വരും. നമ്മുടെ യൂണിറ്റിൽ നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റൂളിന് മേലെ കയറ്റി വെച്ചിട്ട് വാട്ടർ കണക്ഷനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷനൊക്കെ വന്ന് കറക്റ്റായിട്ട് വാട്ടർ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ബോക്സ് അപ്പ് ചെയ്ത് സ്റ്റാൻഡിലേക്ക് വരും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. പ്രീ ഫിൽറ്റർ 2 കൊടുത്തു. ഒരു 5 മൈക്രോണിന്റെ സെഡിമെന്റ് ഫിൽറ്ററും ഒരു അയൺ റിമൂവറും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യൂണിറ്റിലേക്ക് വരുന്നത്. യൂണിറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ ആണ്.
കൂടാതെ നമ്മുടെ വർക്ക് കൂടെ ഫിനിഷ് ചെയ്തു. നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ യൂണിറ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സലന്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയും ചെക്ക് ചെയ്തായിരുന്നു. സ്ഥലപരിമിതി കാരണം എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. നമുക്ക് നമ്മുടെ യൂണിറ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൂടി ഇല്ലാതെ പുറത്തു പോയിക്കാൻ. അപ്പൊ വേറെ ഒന്നും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ക്വാളിറ്റി, TS ചെക്ക് ചെയ്തായിരുന്നു. എക്സലന്റ് ആയിട്ടുള്ള റീഡിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്നുമായി ബന്ധപ്പെടും. അതുപോലെ നമ്മുടെ വർക്ക് ചാനലിലൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ.